എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുവരെ നോക്കിയിട്ടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഞാനിത് മറന്നിരിക്കുകയായിരുന്നു ഇതിനെ പറ്റിയിട്ട്. ഇന്നലെ പെട്ടെന്ന് ഓർമ്മ വന്നു. എൻ്റെ മോളൊരു ഡയലോഗ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്തതാണ് ഞാൻ. ഓക്കെ, അവളൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് വന്നൊരു ഡയലോഗ് വെച്ചിട്ട് അവൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് വേണ്ടി റീഡ് ചെയ്യാമെന്ന്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ്, നിങ്ങൾക്കായിട്ടുള്ള ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലത്തെ നല്ല ഫീലിങ്സ് എന്താണെന്ന് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ നോക്കി അല്ലേ. അത് റീച്ച് ആവുന്നേ ഉള്ളൂ, കാരണം ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഇന്നലെ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ എൻ്റെ ഫാദർ ഇൻ ലോയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നീട് വന്ന് റെക്കോർഡ് ചെയ്തിട്ടൊക്കെയാണ് ഇട്ടത്. എഡിറ്റിങ്ങും കഴിഞ്ഞ് ഇട്ടപ്പോഴേക്കും ഒരുപാട് ലേറ്റായിപ്പോയി. ഇച്ചിരി ലോങ് വീഡിയോ ആയിരുന്നു അത് അല്ലേ. എന്നാൽ എന്തോ അങ്ങനെ എടുക്കാൻ തോന്നി. അതുകൊണ്ടാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് ആ മെസ്സേജസ് എത്തിക്കണം എന്ന് ഡിവൈൻ ആഗ്രഹം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും. ഇന്നത്തെ ഡാർക്ക് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാ മനുഷ്യർക്കും ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഉണ്ടാവും അല്ലേ. നമ്മൾക്ക് എല്ലാവർക്കും നെഗറ്റീവ്സും ഉണ്ട്. ആരും പെർഫെക്റ്റ്ലി എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ ഈ ലോകത്തില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ നെഗറ്റീവ്സായിട്ട് എന്താണ് അവരുടെ മനസ്സിൽ ഉള്ളത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് അവർ വിചാരിക്കേണ്ട ഈ ഒരു സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കാറില്ലേ നമ്മുടെ പാർട്ട്ണറെ പറ്റിയിട്ട്. അതുപോലെ വേറെ എല്ലാം ഓക്കെയാണ്, ഈ ഒരു സ്വഭാവം മാറ്റിയിരുന്നെങ്കിൽ യൂഷ്വലി ഡീപ്പ് ഡാർക്ക് ഫീലിങ്സിൽ നെഗറ്റീവ് തന്നെയാണ് വരിക കേട്ടോ. ഓബിയസ്ലി അല്ലേ. ഈ സ്വഭാവം അവർ മാറ്റണം എന്ന് വിചാരിക്കുമ്പോൾ അതൊരു നെഗറ്റീവ് ആയിരിക്കുമല്ലോ. ഞാൻ ഇത് എടുക്കാൻ കാര്യം, നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സ്വഭാവം കാരണമായിരിക്കും. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇത് ഇവർ തിരിച്ചു വരാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു പക്ഷേ ആ ഒരു സ്വഭാവം ഒന്ന് മാറ്റിയാൽ ഒരു പോസിറ്റിവിറ്റി അവിടെ വന്നാലോ അല്ലേ. അതിന് വേണ്ടിയിട്ട് നോക്കുന്നേ ഉള്ളൂ. ജനറൽ റീഡിംഗ് ആണ്, ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അണ്ടർലൈൻ ഓക്കെ. എത്രത്തോളം റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. എല്ലാ കാർഡും എല്ലാവർക്കും ഉള്ളതല്ല ജനറൽ റീഡിങ്ങിൽ. ഓക്കെ, ഏത് നിങ്ങളുമായി യോജിക്കുന്നോ അത് മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. പിന്നീട് കമൻസിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെയല്ല, അയ്യോ ഇതെൻ്റെ അല്ല, അങ്ങനെ ആണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വിട്ട് കളയുക. അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇതിൽ നെഗറ്റീവ്സ് ആണ് കൂടുതലും വരിക കേട്ടോ. അല്ല, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി ഒന്നും നെഗറ്റീവേ വിചാരിക്കുന്നില്ലെങ്കിൽ വളരെ നല്ല കാര്യം അല്ലേ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, അവരെക്കുറിച്ചുള്ള ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് എന്താണ്? അവരുടെ നെഗറ്റീവ്സായിട്ട് സ്വഭാവത്തിലുള്ള നെഗറ്റീവ്സായിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് എന്താണ് ഫീൽ ചെയ്യാറുള്ളത്? ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ ഫോർ മൈ വ്യൂവേഴ്സ്. Deep dark feelings of my viewers person for my viewers. Ten of Pentacles, King of Pentacles, Six of Cups, Five of Wands, അത് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. Knight of Wands, Queen of Pentacles, Three of Cups, Ten of Wands, Page of Cups and Nine of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വളരെ കേമായിട്ടുള്ള കാർഡാണ്. ഡെവിൾ. സത്യം പറയാലോ, എനിക്ക് ഇന്ന് മിററിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇത് എടുത്തപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങൾക്കും അവരോടുള്ള ഫീലിംഗ് ആണെന്ന്. നിങ്ങളും വിചാരിക്കേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ഈ സ്വഭാവങ്ങൾ മാറ്റണം എന്ന മിററിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
ഇതിൽ ചിലത് നിങ്ങൾക്ക് അവരോട് പറയാനുള്ളതും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും എടുത്തോളുക കേട്ടോ. വൈസ് വെർസ വരുന്നുണ്ടെങ്കിൽ വൈസ് വെർസയും എടുത്തോളുക. വൈസ് വെർസ പറഞ്ഞാൽ അറിയാലോ, ഇവിടത്തെ പോലെ അവിടെയും ചുരുക്കി പറഞ്ഞാൽ. എനിക്ക് ചിരി വരിക സത്യം പറയാലോ. ഇത് എല്ലാവർക്കും എല്ലാവരുടെ പാർട്ട്ണറുടെ അടുത്തും പറയാനുള്ള കാര്യം തന്നെയായിരിക്കും ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആദ്യത്തെ കാഴ്ച ഇവിടെ രാശികൾ പറയണോ? ഇത് രാശി പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു. എല്ലാ രാശിയും തന്നെ ഉണ്ട്. മേജർ അർക്കാന കാർഡ്സ് ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ എല്ലാ രാശിയും തന്നെ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. പെൻറ്റക്കിൾസ് ഉണ്ട്, കപ്സ് ഉണ്ട്, വോൺസ് ഉണ്ട്, എന്താ വേറെന്താ ഉള്ളത്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. സ്പോർട്സും ഉണ്ട്. അപ്പോൾ എല്ലാ രാശിയും തന്നെ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഡെവിളാണ് മേജർ അർക്കാന കാർഡായിട്ട് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അത് കുറച്ച് സൂക്ഷിക്കേണ്ട ഒരു കാർഡാണ്. ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ കാർഡാണെങ്കിൽ ഇത് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ബാക്കിയെല്ലാം ഒരു ലൈറ്റായിട്ട് ഉള്ള നെഗറ്റീവ്സ് തന്നെയുള്ളൂ. എല്ലാവരുടെ ലൈഫിലുള്ള നെഗറ്റീവ്സ്. നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ അവരെക്കാൾ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കുന്നു എന്ന്. ഓക്കെ, ഫാമിലിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഓടി നടന്ന് അവരുടെ കാര്യങ്ങളൊക്കെ തലയിൽ എടുത്ത് വെച്ച് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നു. ഇവർക്ക് സമയം കൊടുക്കുന്നത് പോരാ എന്നൊരു കംപ്ലൈൻറ്റ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അവർക്കും കൂടി സമയം കൊടുക്കണം, കൂടുതലായിട്ട് അവർക്ക് അറ്റൻഷൻ കൊടുക്കണമെന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് കേട്ടോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ഇത് നിങ്ങളുടെ ആളോട് പറയുന്നതുമായിരിക്കാം അല്ലേ? പലർക്കും ഇത് തോന്നാറില്ലേ? തിരിച്ചുമായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഡാർക്ക് ഫീലിങ്സ് ആണ്. അപ്പോൾ ഏതാണോ അങ്ങനെ എടുത്തോളുക കേട്ടോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഏത് സമയവും ജോലി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കരിയറിൽ ഓവർ ഫോക്കസ് ചെയ്യുന്നു. എൻ്റെ അടുത്ത് സംസാരിക്കാൻ സമയമില്ല. ഇത് പറയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത് അല്ലേ? അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഏത് സമയം ജോലിയിലാണ്, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് അവർക്ക് പറയാനുണ്ട്. ഓക്കെ, റെസ്പോൺസിബിലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവിടെ റിലേഷൻഷിപ്പ് ഒരു ബാക്ക് സീറ്റ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം അവർക്ക് വേണ്ടിയും കൂടി സ്പെൻഡ് ചെയ്യണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അടുത്തത് കോമഡിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട്, നമ്മൾ അന്ന് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ലവ് മാരേജ് ആണെന്ന് വിചാരിക്കൂ. നിങ്ങൾ പറയും നിങ്ങൾ മാറിപ്പോയി, കല്യാണത്തിന് ശേഷം നിങ്ങൾ മാറിപ്പോയി, നിങ്ങൾ പഴയ പോലെ ഒന്നും എന്നോട് സ്നേഹം കാണിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരു ഇത് പറയില്ല, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളും ആവാം അവരും ആവാം കേട്ടോ. ഇതിൽ ആരാണോ ഇത് ചെയ്യുന്നത് അവർ അറിയാൻ വേണ്ടിയിട്ടാണിത്. വെച്ചാൽ മിഥുനം സിനിമയിൽ ഇല്ലേ, പണ്ടത്തെ ഒരു മിഥുനം സിനിമയില്ലേ, മോഹൻലാൽ ഉർവശി, ആ പടത്തിൽ ഉർവശി കാണിക്കില്ലേ ഇങ്ങനെ പഴയ ലെറ്റേഴ്സൊക്കെ എടുത്തിട്ട് അത് എപ്പോഴും പഴയ കാര്യങ്ങൾ ആ കത്തിൽ അങ്ങനെ പറഞ്ഞില്ലേ, സെയിം തിങ്. അന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ മാറിപ്പോയി, പണ്ട് എന്നോട് എന്തൊക്കെ പറഞ്ഞിരുന്നു അതുപോലെയൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല, അങ്ങനെ ഉള്ളൊരു കംപ്ലയിൻസ് നിങ്ങൾ എപ്പോഴും പറയും എന്നവർ ആലോചിക്കുകയാണ് കേട്ടോ. അത് അവർക്കൊരു ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇത് നിങ്ങൾക്കും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്ത് കാര്യം ഇവർ പറഞ്ഞാലും വഴക്കിടും, അതിനെ എതിർത്ത് സംസാരിക്കും, അതിന് ഡിസഗ്രിമെൻറ്റ്സ് കൂടുതലാണ്. അതായത് നാഗ് ചെയ്തുകൊണ്ടിരിക്കുക പറയില്ലേ. അപ്പോൾ ഇവർ പറയുകയാണ് നമുക്കിന്ന് പുറത്ത് പോകാൻ പറഞ്ഞാൽ എനിക്കിന്ന് പുറത്ത് പോകണ്ട എന്ന് പറയും. അങ്ങനത്തെ ചില എന്ത് പറഞ്ഞാലും ഒരു ടെൻഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടേ നിങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്നവർക്ക് അതൊരു കംപ്ലൈൻ്റായിട്ട് ഇവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുമായിരിക്കാം. ഓക്കെ, അതുപോലെ ഓവർ പാഷനേറ്റ് ആണ്, ഓവർ എനർജറ്റിക് ആണ് നിങ്ങളുടെ പേഴ്സൺ. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഇരിക്കില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി പറയുന്നതാണ്. അവരുടെ ഡീപ്പ് ഡാർക്ക് ഫീലിങ്സാണ് ഞാൻ നോക്കിയത്. വൈസ് വെർസ ആണെങ്കിൽ അങ്ങനെയും എടുത്തോളുക. ഓവർ പാഷനേറ്റ് ആണ്, സ്നേഹം കാണിച്ചാൽ അതിസ്നേഹം കാണിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്കോ അവർക്കോ സഹിക്കാൻ പറ്റാത്തത്രയും സ്നേഹം നിങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് കാണിക്കും. അതേപോലെ ഇമ്പൾസീവാണ്, പെട്ടെന്ന് എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കുക, എന്നിട്ട് കുഴപ്പത്തിൽ ചാടുക, എന്നിട്ട് അതിൽ നിന്ന് ഇവർ നിങ്ങളെ പുറത്തെടുക്കേണ്ട സിറ്റുവേഷൻ വരിക, തിരിച്ചുമായിരിക്കാം. ഓക്കെ, ഇമ്പൾസീവ് ആക്ഷൻസ് കൂടുതലാണ്. അതേപോലെ ഓവർ പാഷനേറ്റും ആണ് എന്നും ഇവർ വിചാരിക്കുന്നുണ്ട്. പൈസയ്ക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നും ഇവർ വിചാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ
എപ്പോഴും ഇവരുടെ അടുത്ത് പറയും എന്തിനിങ്ങനെ പൈസ ചിലവാക്കുന്നത്, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കിയാൽ പോലും ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യില്ലേ, ലൈക്ക് അവരുടെ ഒരു ലക്ഷറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരെന്തെങ്കിലും പൈസ ചിലവാക്കിയാൽ നിങ്ങൾ ഉടനെ പറയും ആ പൈസ എടുത്ത് വെക്കായിരുന്നു, അത് വേറെ എന്തൊക്കെ ചെയ്യാമായിരുന്നോ പൈസ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ പറയും. ഇത് എല്ലാവരും ചെയ്യുന്നതാണ് അല്ലേ, ഞാനും ചെയ്യാറുണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അത് അവർക്ക് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് സ്പെൻഡ് ചെയ്യാനല്ലേ പൈസ, അപ്പോൾ അതിനെ ഇങ്ങനെ പിടിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നവർ ചോദിക്കുകയാണ്. നിങ്ങളുമായിരിക്കാം. ഓക്കെ. അതേപോലെ ഇവർ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ കൂടുതൽ സമയം ചിലവഴിക്കുന്നു എന്ന് ഇവർക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. ഓക്കെ. ഫ്രണ്ട്ഷിപ്സ് ലൈക്ക് ഒരു സമയം ഇല്ലാതെ പാതിരാത്രി കഴിഞ്ഞാലും വീട്ടിലേക്ക് വരാത്ത രീതിയിൽ ഫ്രണ്ട്സിനൊപ്പം കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് എന്ന ഒരു പാർട്ടി, അങ്ങനെയൊക്കെ ഒരു പാർട്ടി, എപ്പോഴും പുറത്തേക്ക് പോവുക ഫ്രണ്ട്സിൻ്റെ കൂടെ, വീട്ടിലിരിക്കില്ല, പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ കാണണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിങ്ങൾ പറയും അയ്യോ എനിക്കിപ്പോൾ പറ്റില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ അത് അവർക്ക് അനോയിങ് ആയിട്ട് തോന്നാറുണ്ട്. നിങ്ങൾക്കുമായിരിക്കാം. ഓക്കെ. അതേപോലെ എപ്പോഴും ക്ഷീണമാണ്, എനിക്ക് വയ്യ എന്ന് പറയും. അയ്യോ, ഇതെല്ലാവരുടെ ലൈഫിലുള്ളതാണ് അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പിന്നെ കുറച്ച് കഴിയട്ടെ എനിക്കിപ്പോൾ വയ്യ, നമുക്കൊന്ന് പുറത്ത് പോയാലോ കുറച്ച് കഴിയട്ടെ എനിക്കിപ്പോൾ വയ്യ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അത് അവർക്ക് അനോയിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലരുടെ ഇത് ഏതാണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അത് മാത്രം എടുക്കുക. ഓക്കെ. ഇതിപ്പോൾ ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് പറഞ്ഞിട്ട് ഇതിപ്പോൾ ആകെ കോമഡി ആയി അല്ലേ, ലൈറ്റ് ഹാർട്ടഡായി സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിൽ. അപ്പോൾ ഇവർക്ക് എക്സ്ട്രാ വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി അവർക്ക് കൊടുക്കുന്ന ഒരവസ്ഥ. ഓക്കെ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും, അത് നിങ്ങൾ അവരെ ഏൽപ്പിക്കുന്നു എന്നൊരു സിറ്റുവേഷൻ. ഇത് നേരെ തിരിച്ചുമായിരിക്കാം. ഓക്കെ. അവർ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഇതും കൂടെ എന്തെങ്കിലും ചെയ്തേക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. കുറേ പ്രാവശ്യം പറഞ്ഞാലേ ആ ഒരു കാര്യം ചെയ്യുള്ളൂ. അപ്പോൾ അതെന്താവും, ഈ പറയുന്ന ആൾക്ക് ടയേർഡാവും, എക്സോസ്റ്റഡ് ആവും അല്ലേ. അങ്ങനെ ഒരു തള്ളി പറഞ്ഞ ഒരു കാര്യം ചെയ്യിക്കേണ്ട ഒരവസ്ഥ, ഇങ്ങനെ ഉന്തി പിടിച്ച് ചെയ്യിക്കണം അവർ ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ ചെയ്യില്ല. അത് അവർക്ക് നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായമാണ്. പെട്ടെന്ന് പറഞ്ഞാൽ ചെയ്യില്ല, കുറേ ഡിലേ ആക്കും, പറഞ്ഞ് എനിക്ക് വയ്യാതാവും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. തിരിച്ചു എടുത്തോളണം. അതേപോലെ കുറേ കൂടുതൽ സമയം നിങ്ങൾ ഓൺലൈൻ ചിലവഴിക്കുന്നു എന്നും ഇവർക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. ഒരു പക്ഷേ ടാരോ കാണാനൊക്കെ ആയിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് ഇരിക്കുന്നത്, പക്ഷേ ഇവർക്ക് കംപ്ലൈൻ്റ് ഉണ്ട് നിങ്ങൾ ഏത് നേരവും മൊബൈലിലാണ്, ഇവർക്ക് സമയം കൊടുക്കുന്നില്ല എന്ന്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരോടെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ട്, ആരോടെങ്കിലും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും കൂടുതൽ സമയം നിങ്ങൾ ഓൺലൈനിൽ ചിലവഴിക്കുന്നു, മൊബൈലിൽ ചിലവഴിക്കുന്നു എന്നിവർക്ക്, അല്ലെങ്കിൽ സിനിമ കാണുന്നതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും. അതായത് ഏത് സമയം മൊബൈൽ നിങ്ങളുടെ കയ്യിലുണ്ട് അത് ഇവർക്ക് കുറച്ച് അനോയിങ് ആയിട്ട് തോന്നുന്നുണ്ട്. തിരിച്ചുമായിരിക്കാം. അതേപോലെ എന്ത് കാര്യം എടുത്താലും പെട്ടെന്ന് ആങ്സൈറ്റി ഉണ്ടാവുന്ന, ഒരു ടെൻഷൻ ഇല്ലാതെ ഒരു കാര്യവും ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. വളരെ സിമ്പിളായി ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷേ അതിനെപ്പറ്റി 3 ദിവസം മുന്നേ ആലോചിച്ച് തുടങ്ങി അതിനെപ്പറ്റി നെർവസായി ഇവരെയും ടെൻഷനാക്കി നിങ്ങളും ആങ്ഷ്യസായി, അങ്ങനെ എന്നിട്ട് രാത്രി മൊത്തം ഉറങ്ങാതിരിക്കുക ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട്. അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്ന് ഇവർ വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതവർക്ക് ഇഷ്ടമല്ല, ആ സ്വഭാവം അവർക്ക് ഇഷ്ടമല്ല എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തോൽവി സമ്മതിക്കും, പെട്ടെന്ന് അത് നിങ്ങൾ ചെയ്യുമായിരിക്കും, പിന്നീട് ആ കാര്യം നിങ്ങൾ സക്സസ്ഫുള്ളി ചെയ്യുമായിരിക്കും, പക്ഷെ അത് ചെയ്ത് തീർക്കും വരെ ഇങ്ങനെ ആലോചിച്ച് അതിനെപ്പറ്റി അത് ശരിയാവില്ലേ, ഒരു ഹോപ്പില്ലാത്ത രീതിയിൽ സംസാരിക്കുക, എന്നിട്ട് രാത്രി മുഴുവൻ എണീറ്റിരുന്ന് ഇതിനെപ്പറ്റി ആലോചിക്കുക, അതൊക്കെ ഇവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നിവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഡെവിൾ കാർഡ് ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഒബ്സസീവ് തോട്ട്സ്, അല്ലെങ്കിൽ വേറെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് അറിയാം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അല്ലേ, ആ പിക്ചർ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ എന്താണ്. നിങ്ങൾ എന്തെങ്കിലും വീഡിയോസ് കാണുന്നുണ്ട്, നോട്ട് സോ അപ്രോപ്രിയേറ്റ് വീഡിയോസ്, ഓക്കെ,
നിങ്ങൾ അത് ഒട്ടും ഇവർക്ക് ഇഷ്ടമല്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, തിരിച്ചും എടുത്തുകൊള്ളണം. അങ്ങനെ ഒരു ഓവർ ഒബ്സസീവ്, അല്ലെങ്കിൽ നിങ്ങളോട് ഇവർ കാണിക്കുന്ന ഓവർ ഒബ്സഷൻ, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് കാണിക്കുന്ന ഓവർ ഒബ്സഷൻ, ഇടം വലം തിരിയാൻ പറ്റാത്ത അത്രയും ഫോളോ ചെയ്തിട്ട് അങ്ങനെ തീവ്രമായി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അതും അവർക്ക് അനോയിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും അഡിക്ഷൻസ് റിലേറ്റഡ് ഇഷ്യൂസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്ത് കടക്കാൻ ശ്രമിക്കുക. ഈവൻ എക്സ്ക്യൂസ് മീ ഫോർ യൂസിങ് ദിസ് വേർഡ്, ഇവിടെ ഫാമിലീസ് കാണുന്ന വീഡിയോ ആണ്, എന്നാലും പറയേണ്ടി വരുന്നു. എക്സസീവ് ഫിസിക്കൽ അട്രാക്ഷൻ, ഓക്കെ, സെക്സ് എന്നാണ് ഉദ്ദേശിച്ചത്. എക്സസീവായിട്ട് അതിൽ ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതും അവർക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ പാർട്ട്ണറിന്. ഓക്കെ, അത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതേപോലെ വേറെ എന്താണ്, പൈസ ഒരുപാട് ഓവർലി സ്പെൻഡ് ചെയ്യുന്ന അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ട്. പലതരം അഡിക്ഷൻസ് ആണ് അല്ലേ, എന്ത് തരം അഡിക്ഷനും ആവട്ടെ. ഓക്കെ, അത് ഒരു കാര്യത്തിനോട് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ആഗ്രഹം കാണിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്വഭാവം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടെങ്കിൽ അത് രണ്ടും മാറ്റേണ്ടിയിരിക്കുന്നു. ഓക്കെ, അത് അവർക്കും നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്കും അത് ഇഷ്ടമില്ല എന്നാണ് അവിടെ കാണിക്കുന്നത്. കൂടുതൽ കാർഡ്സ് നോക്കാം. ഇനി സമ്മതൽ കാർഡ്സ് തരൂ ഡിവൈൻ. വേറെ എന്തൊക്കെയാണ് ഇവരുടെ പാർട്ട്ണർക്ക് ഇവരിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞു തരൂ. ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് പറഞ്ഞത്, ഇത് ഡാർക്ക് ഫീലിങ്സ് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇതൊക്കെ എല്ലാവർക്കും ഉള്ള ഫീലിങ്സ് അല്ലേ? ഓക്കെ, 3 ഓഫ് വാൻഡ്സ്, ഇതും ഒരു ജനറൽ കംപ്ലൈൻ്റ് ആണ്. ഹാങ്ഡ് മാൻ, അതും ഒരു ജനറൽ കംപ്ലൈൻറ്റ് തന്നെയാണ്. ഓക്കെ, 5 ഓഫ് കപ്സ്, അതും ഒരു ജനറൽ കംപ്ലൈൻ്റ് ആണ്. ചാരിയറ്റ്, പേജ് ഓഫ് വാൻഡ്സ്, ഹൈ പ്രീസ്റ്റസ്. യെസ്, ഇത് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഓക്കെ, 3 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് നിങ്ങൾ എപ്പോഴും യാത്രയിലാണ്, നിങ്ങൾ വീട്ടിൽ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് അടുത്ത് അവൈലബിൾ അല്ല എന്ന് ഇവർ പറയുന്നു. കംപ്ലൈൻറ്റ് പറയുകയാണ്. ജോലി സംബന്ധമായിട്ടായിരിക്കാം, അല്ലാതെ ആയിരിക്കാം. നിങ്ങൾ കൂടുതൽ സമയവും യാത്രയിലാണ്. വീട്ടിലെന്നല്ല, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിലും നിങ്ങൾ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണ്, ഒരു റിലേഷൻഷിപ്പിലാണ്. ഓക്കെ, അവിടെ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങൾ അവൈലബിൾ ആവുന്നില്ല, ഏത് നേരവും യാത്രയിലാണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ സമയം കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, ജോലി തിരക്കിലൊക്കെ പെട്ടിട്ട് സമയം കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അത് ഇവർക്ക് കുറച്ച് അനോയിങ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ എവിടെയെങ്കിലും പോയിട്ട് അവിടെ നിങ്ങളുടേതല്ലാത്ത കാര്യങ്ങളിൽ കൊണ്ടുപോയി തലയിട്ടിട്ട് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക, അതും ഇവർക്ക് ഇഷ്ടമല്ല. അതേപോലെ നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരു സ്റ്റാൻഡ് എടുക്കാതെ, ഒരു തീരുമാനം എടുക്കാതെ നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. മുന്നോട്ടും പോകുന്നില്ല, പുറകോട്ടും പോകുന്നില്ല. വിട്ടു പോകാമോ എന്ന് ചോദിച്ചാൽ അതിനും തീരുമാനമില്ല, മുന്നോട്ട് പോകാമോ എന്ന് ചോദിച്ചാൽ അതും തീരുമാനമില്ല. അത് അവർക്ക് ഇഷ്ടമില്ല. ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഇപ്പുറത്ത് 3 ഓഫ് വാൻഡ്സ് വന്നതുകൊണ്ടാണ് ഞാൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് എസ്പെഷ്യലി എടുത്ത് പറഞ്ഞത്. ഓക്കെ, അവിടെ ഒരു സ്റ്റക്ക്, എനിക്ക് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നത് അവർക്ക് ഇഷ്ടമില്ല. നിങ്ങൾക്കുമായിരിക്കാം. ഓക്കെ, ഇതെല്ലാം തിരിച്ചും എടുത്തോളണം. 2 വേസും ആയിരിക്കാം. ഓക്കെ, പെട്ടെന്ന് അതുമല്ല, ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും നിങ്ങൾ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യും എന്ന് പറയുന്നു. അതൊന്ന് ശ്രമിച്ചു നോക്കാതെ, അതിൽ നിന്നൊന്ന് പുറത്ത് കടക്കാൻ ശ്രമിച്ചു നോക്കാതെ നിങ്ങൾ പെട്ടെന്ന് അതങ്ങ് അയ്യോ ആ കാര്യം കൈവിട്ടു പോയി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ അതും അവർക്ക് ഇഷ്ടമില്ല എന്നാണ് അവർ പറയുന്നത്. അതേപോലെ എപ്പോഴും ഒരു ഡിസപ്പോയിൻമെൻറ്റ് പോലെയാണ്, അയ്യോ അതിങ്ങനെ പറ്റിയല്ലോ, അയ്യോ അതങ്ങനെ പറ്റിയല്ലോ, കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റിയിട്ട് അങ്ങ് വിട്ടുകളയുക എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, കഴിഞ്ഞു പോയ ഒരു കാര്യമായിരിക്കും, അവിടെ എന്തെങ്കിലും ലോസ് വന്നു കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസപ്പോയിൻമെൻറ്റ് അവിടെ കിട്ടിക്കാണും, അതിൽ തന്നെ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കാതെ അതങ്ങ് വിട്ടുകളയുക. എന്തിനാ പഴയ കാര്യങ്ങൾ ആലോചിച്ച്
ഇത്രയും വിഷമിക്കുന്നേ എന്ന് അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അതേപോലെ നിങ്ങൾ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളാണ് എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ആൾക്കാരെ പറഞ്ഞ് ബലിപ്പിച്ച് നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരും. മാനിപ്പുലേഷൻ എന്ന് പറയും. ഓക്കെ, ആൾക്കാരെ പറഞ്ഞ് നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഇവരെയും അതേപോലെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട് എന്ന്. ഓക്കെ, നിങ്ങൾ ദേഷ്യത്തിൽ, അതായത് അവർ ദേഷ്യത്തിൽ എന്തെങ്കിലും പ്രതികരിക്കാൻ വന്നാൽ നിങ്ങൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ കാര്യം വഴിതിരിച്ച് വിട്ട് വേറെ ടോപ്പിക്കിലേക്ക് അങ്ങ് പോകും. അത് ഇവർക്ക് ഇഷ്ടമില്ല എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അതേപോലെ മൂവ്മെൻറ്റ്, യാത്രകൾ കൂടുതലായിട്ട് അവിടെയും കാണുന്നുണ്ട്. യാത്രകൾ പോകുന്നുണ്ടായിരിക്കും കൂടുതലായിട്ടും. അതും ഇവർക്ക് അത്ര ഇഷ്ടമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വേറെന്താണ്, മെയിനായിട്ട് അതൊക്കെ തന്നെ. പിന്നെ അവരുടെ കൺട്രോളിങ് ബിഹേവിയർ, അവരുടെ നിങ്ങളോടുള്ള ഫീലിംഗ് ആണല്ലോ. അപ്പം നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്നും ഇവർ വിചാരിക്കുന്നു. അതായത് അവരെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ നിങ്ങൾക്ക് കാര്യകാരണ സഹിതം പറയണം, ഞാൻ ഇന്ന ആവശ്യത്തിനാണ് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നുണ്ടെങ്കിൽ അതൊന്നും അവർക്ക് ഇഷ്ടമില്ല എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അതേപോലെ വീണ്ടും ഓൺലൈൻ ആക്ടിവിറ്റി അവിടെ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അവർക്കത് ഇഷ്ടമില്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഏത് നേരവും ഓൺലൈൻ ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല. ഓക്കെ, കൂടുതലായിട്ടും ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നിങ്ങൾ ഒരുപാട് കാണുന്നു. ടാരോ ഇരുന്ന് ഇങ്ങനെ കാണുന്നത് അവർക്ക് ഇഷ്ടമില്ല. ഏത് നേരവും മൊബൈലും പിടിച്ച് ടാരോ കാണലാണ് പണി എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അങ്ങനെ കൂടുതലായിട്ട് ചെയ്യുന്നത് നിങ്ങളാവാം അവരാവാം കേട്ടോ. കൂടുതലായിട്ട് ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നത് അവർക്ക് ഇഷ്ടമില്ല എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരു കംപ്ലൈൻ്റ് ആയിരിക്കും. നിങ്ങൾ അവരെന്താവശ്യത്തിന് വിളിച്ചാലും നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടാവും. ചിലപ്പോൾ ടാരോയിൽ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു തേർഡ് പാർട്ടി എന്നൊക്കെ നമ്മൾ ജനറൽ റീഡിങ് പറഞ്ഞു, അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് അപ്പുറത്ത് പോയിട്ട് അവരുടെ അടുത്ത് നിങ്ങൾ വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം ചെയ്യൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ ടാരോനെയാണ് കുറ്റം പറയുക അല്ലേ. നീ ആവശ്യമില്ലാത്തത് കണ്ടിട്ടാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയും. അങ്ങനെ ഉള്ളൊരു ഇഷ്യൂ ആണ് അവിടെ കാണുന്നത്. അവർക്ക് ഓവർ ഇൻ്റലിജൻസ് ഇൻ ടാരോ ഇഷ്ടമില്ല എന്ന് പറയുന്നു. 2 കാർഡ് കൂടെ എടുത്തിട്ട് നിർത്താം. 2 more cards, Divine. Just 2 more cards. King of Cups. സ്നേഹം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ അത് തുറന്ന് കാണിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അത് അവർക്കൊരു വിഷമം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അവർ പറയുന്ന സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് അല്ലേ, അത് മനസ്സിൽ വെച്ച് അടച്ച് പൂട്ടി വയ്ക്കാനുള്ളതല്ല. സ്നേഹമുണ്ട് എന്നവർക്ക് നന്നായി തന്നെ അറിയാം. ഇത് അൺഎക്സ്പ്രസ്ഡ് ലവുകാർക്കുള്ളതാണ് കേട്ടോ. നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം മനസ്സിൽ സ്നേഹമുണ്ട് എന്ന്. പക്ഷേ കിങ് ഓഫ് കപ്സിൻ്റെ പ്രോബ്ലം എന്താണ്? സ്നേഹം മനസ്സിൽ വെച്ചിട്ട് പുറത്തേക്ക് ആക്ഷൻ ഒന്നും എടുക്കില്ല. അങ്ങനെ ഇരിക്കുന്നത്, ആക്ഷൻ ഇല്ലാതെ അവിടെ സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം അവരോട് എക്സ്പ്രസ് ചെയ്യണമെന്ന്. തിരിച്ചും ആയിരിക്കാം. അവരാണ് അവിടെ ഇനാക്റ്റീവായിട്ട് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ അടുത്ത് ഇത് തുറന്ന് പറയണമെന്ന് കേട്ടോ. പറയാതിരിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ലാത്ത ഒരു സങ്കടവും ദേഷ്യവും എല്ലാം തോന്നുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് ടെമ്പറൻസ്. ഓക്കെ, നിങ്ങൾ കൂടുതലായും സ്പിരിച്വൽ റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ ഇൻഡൾജ് ആവുന്നു എന്നവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, കൂടുതലായും ഈ പറഞ്ഞ പോലെ ഹീലിങ്ങിന് പോവുക, പ്രയർ ഗ്രൂപ്പ്സിൽ പോവുക, പള്ളി അമ്പലം വഴിപാട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവുക, ഓവർലി
അത് ചെയ്യുന്നത്. എന്ത് പറയുമ്പോഴും ഇതല്ല എന്ത് പറയുമ്പോഴും ടാരോ മെൻഷൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമില്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഹീലിംഗ് കാര്യങ്ങളെല്ലാം വേണം, പക്ഷേ ഓവർ ആയിട്ട് 24 മണിക്കൂറും ഹീലിംഗ്, 24 മണിക്കൂറും പ്രാർത്ഥന അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും അതും അനോയിങ് ആണ് അല്ലേ. എല്ലാം ഒരു ബാലൻസിൽ നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതാണ് അവർ പറയുന്നത്. അവർക്ക് അങ്ങനെ ഓവർ ഇൻ്റലിജൻസ് ഇൻ എന്താ പറയുക, സ്പിരിച്വാലിറ്റി ഒരു ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അതേപോലെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ബാലൻസ് ഇല്ലാതെ പെരുമാറും എന്നും അവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ബാലൻസിലേക്ക് എത്തിക്കണം എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു. ഇന്ന് കുഞ്ഞ് റീഡിങ് മതി അല്ലേ, കാരണം ഇന്ന് ലൈവ് ഉള്ള ദിവസമാണ്. അപ്പോൾ ഒരുപാട് ലോങ് ആയാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അഥവാ നിങ്ങൾക്കാണ് ഇത് നിങ്ങളുടെ പേഴ്സണോട് പറയാനുള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇത് അയച്ചു കൊടുക്കൂ, അവരും കാണട്ടെ അല്ലേ. എന്തൊക്കെ മാറ്റങ്ങൾ അവരുടെ ലൈഫിലും വരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ, റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങളും ട്രൈ ചെയ്യൂ. ആക്ച്വലി ഞാനും ട്രൈ ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ ഞാൻ നിങ്ങളുമായിട്ടൊരു ലിങ്ക് വരികയുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആക്യുറേറ്റ് ആയിട്ട് കണക്റ്റ് ആവാൻ സാധിക്കുള്ളൂ കേട്ടോ. വേറെ എന്താണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ഓപ്ഷൻ ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നാളെ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഇനി മുതൽ സമയത്തിന് ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഓരോരോ റെസ്പോൺസിബിലിറ്റീസിൽ പെട്ടിട്ട് ഞാൻ നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, 3 വയസ്സായവരും ഒരു കുട്ടിയുണ്ട്, എല്ലാവർക്കും കൂടി ഞാൻ ഒരാളേ ഉള്ളൂ. അതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ശരി, അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ആയിരിക്കുക, സമാധാനമായിരിക്കുക, സേഫായിരിക്കുക. ദൈവം രക്ഷിക്കട്ടെ. ബൈ.